എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സിനിമകാരെന്ന് മനുഷ്യർക്ക് എങ്ങനെയുണ്ട് പടം? പടം അത് സ്ക്രിപ്റ്റ് മോശമായിപ്പോയി. പിന്നെ ഡയറക്ഷൻ ഇറ്റ്സ് ഓക്കെ, കാരണം പുള്ളി ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയോ ഒരു സാധനം ഉണ്ട് പുള്ളിയുടെ ഡെഡ് എന്ന് പറയുമ്പോൾ ഞാനവിടെ ഇരുന്ന് സ്വന്തം ഞാൻ ഒറ്റയ്ക്കിരുന്ന് വെള്ളം ഉണ്ടാക്കി. അപ്പോൾ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് കൈയടിച്ചല്ലേ കുഴപ്പമൊന്നും പറയുമ്പോൾ എന്തോ ഒരു സംഭവം പോരായ്മകളുണ്ട്. കണ്ടിരിക്കാം, അധികമൊന്നും പറയാനില്ല. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വേണ്ടാത്തൊന്നുമില്ല, പക്ഷേ കുറച്ച് ബോറിംഗ് ആണ്. ഡ്രാഗിങ് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയമൊക്കെ അതിനെ, പക്ഷേ ദേശീയത്തിൻ്റെ ആവശ്യമൊന്നും ഇതിലില്ല. ബാക്കിയെല്ലാവരും അഭിനയം മൊത്തത്തിൽ ഒരു ഫാമിലി പടമാണ്. ഫാമിലി പടം പിന്നെ ത്രില്ലർ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ കഥയും ലവ്, പഴയ ടൈപ്പിലുള്ള ഒരു ലവ്. വലിയ മോശമില്ല, പക്ഷേ അത്ര വലിയ കാണാം. ഒരു ചെറിയൊരു സസ്പെൻസ് തന്നെ ഉണ്ട്. ചേട്ടാ എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം മോശമില്ല, അഭിനയം മോശമില്ല, നന്നായിട്ടുണ്ട്. വലിയ വിചാരിച്ചു എന്നാൽ കാണാം, കണ്ടിരിക്കാം. ഇന്ന് ബോറടിയൊന്നുമില്ല, മോശമില്ല. അഭിനയം എങ്ങനെയുണ്ട്? ഏത് പ്രത്യേകിച്ച് ചെറു പകവീട്ടലിൻ്റെ ഒരു പകവീട്ടലിൻ്റെ ഒരു രീതി വന്നിട്ട് ലവ് സ്റ്റോറി, ഫാമിലി ലവ് സ്റ്റോറി മൊത്തത്തിൽ കണ്ടിരിക്കാനുള്ള പടമാണോ? കണ്ടിരിക്കാൻ ഓക്കെ. ഒരു സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ സമയം പോകും, ഒരു ശരാശരി എന്നേ പറയാൻ പറ്റും. കഥയൊക്കെ ഉണ്ട്, കഥ കുറവാണ്. കണ്ടിരിക്കാം. കണ്ടങ്ങനെ പോകും, സമയം പോകും, ഒരു ബോറടിക്കൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് സംശയത്തിൻ്റെ ഭാഗത്ത് മനസ്സിൽ കിടക്കുന്നതിന് ആ സ്വപ്നമായിട്ട് കാണും. അതാണ് പിന്നെ അവർ യോജിക്കുന്നുണ്ട്. ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു 50%, 60% അടുത്തേ പറയാൻ പറ്റും. എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒരു കഥയെന്ന് പറയാൻ ഇല്ല. എങ്കിലും പിന്നെ ബോറിംഗ് ഇല്ല. അഭിനയം കൊള്ളാം, അഭിനയമൊക്കെ നല്ല അഭിനയം. ഒരു കഥയില്ല, എന്തോ ആർക്കോ ഒരുപാട് പൈസ ഉണ്ടായിട്ട് എന്തോ ഒരു കുത്തൽ വന്നപ്പോൾ എടുത്ത സിനിമയെന്ന് പറയാൻ പറ്റും. അങ്ങനെയായാലും പ്രത്യേകിച്ച് ഒരു ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു വിഭാഗത്തിന് തോന്നിയില്ല. പിന്നെ ശ്രീജിത്ത് വിജയ് എന്തിനോ ചെന്ന് പൈസ കിട്ടിയെന്ന് പോയി അഭിനയിച്ചെന്ന് പറയാൻ പറ്റും. പിന്നെ ഒരു കഥയില്ലാത്തൊരു സിനിമ, ഞാൻ പറഞ്ഞില്ലേ, ഇത് പെട്ടിക്കകത്ത് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ കാണാൻ കയറിയത് ഇവിടുത്തെ ഏറ്റവും ചെറിയ സ്ക്രീനിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ഒരുപാട് ടിക്കറ്റ് ബുക്കിംഗ് ആയിട്ടാണ് സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെ ഒരുപാട് ആൾ കാണുമെന്നും പറഞ്ഞാണ് ഞാൻ കയറിയപ്പോൾ ഞാനും ഉണ്ട്, വേറെ 2 പേര്, ആകെ 3 പേരാണ് സിനിമ കാണാൻ തിയേറ്ററിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ആരും അതിൻ്റെ നിർമ്മാതാവ് എന്തും തന്നെയാണെന്ന് അറിയാൻ വേണ്ട, മുൻകൂറായിട്ട് കുറേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കണക്കേറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്തതാണെന്ന് അറിയാൻ പറ്റില്ല. കൊള്ളില്ല, ഒരു കഥയും കൊള്ളില്ല, തിരക്കഥയും കൊള്ളില്ല. ആർക്കോ എന്തോ ഒരു എൻജോയ്മെൻറ്റിന് എന്തെങ്കിലും വേറെ വല്ല ഹിഡൻ നല്ല അജണ്ട വല്ലതും ഉണ്ടായിരുന്നത് അറിയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമ ഇപ്പോൾ എന്തിനു ഇറക്കിയെന്നും അറിയാൻ പാടില്ല. സിനിമ ഇപ്പോൾ ഒരു 13 കൊല്ലത്തിന് ശേഷം തിയേറ്ററിൽ റിലീസാക്കിയതാണെന്ന് അറിയാൻ പാടില്ല. കൊള്ളില്ല, സിനിമ കൊള്ളില്ല.